എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റമദാനിൽ ആവാനായില്ല. അപ്പോൾ റമദാൻ്റെ ടൈമിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ രണ്ട് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉന്നക്കായും ചിക്കൻ റോളും. റമദാനിൽ ഒഴിവാക്കാൻ പറ്റാത്ത കടി എന്നെല്ലാം പറയാം. നമ്മൾ കണ്ണൂരെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒന്നാണ് ഉന്നക്കായും ചിക്കൻ റോളും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.5 മാസം വരെയൊക്കെ കേടുകൂടാണ്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. നോമ്പ് നോറ്റിട്ട് ഓരോ ദിവസങ്ങളിൽ നല്ല ക്ഷീണമായിരിക്കും, അതുപോലെ ഒന്നും കഴിയൂല, മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരമെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഉന്നക്കായി തന്നെ റെഡിയാക്കാം. ഉന്നക്കായി 2 ഫില്ലിങ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. ഒന്ന് തേങ്ങൻ്റെ ഫില്ലിങ്ങും മുട്ടൻ്റെ ഫില്ലിങ്ങും. മുട്ട ഇഷ്ടപ്പെടാത്തവർക്ക് തേങ്ങൻ്റെ ഫില്ലിങ് റെഡിയാക്കാം, തേങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് മുട്ടൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ അത്യാവശ്യം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതായി ചെറിയൊരു കപ്പിൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എടുത്തിന്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് രണ്ടും അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു അളവൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇതുപോലെ ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് 1.5 മുറി തേങ്ങയാണ് ചെറുകിയെടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയിൽ അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിന്. അത് ഫുള്ള് ചേർക്കുന്നില്ല, 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബാക്കി വെച്ചിന്. നമുക്ക് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. തേങ്ങയും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര തേങ്ങയിൽ ഒന്ന് മെൽറ്റായി ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെ ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയതുപോലെ. ആ ഒരു സമയത്താണ് നമ്മൾ അടുപ്പ് ഓഫ് ആക്കുന്നത്. ഒരുപാടങ്ങ് തേങ്ങ വറുത്ത് മൂത്ത് പോവണ്ട. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാനിതിൽ പഞ്ചസാര വേറെ ചേർക്കുന്നൊന്നുമില്ല, ഇത് മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മുട്ടൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുന്തിരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ട നല്ലതുപോലെ ചിക്കി എടുത്തതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മുട്ടയെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ട നല്ല ചിക്കിയതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ വറുത്തെടുക്കുന്നില്ലേ അതുപോലെ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ 2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അധികം പഴുപ്പ് കൂടിയതും എടുക്കരുത്, അധികം പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പിലുള്ള പഴമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 2 കിലോ പഴം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു പഴത്തിനെ 3 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പഴം മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പഴം വേവാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞിട്ട് ചൂടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഒരു 3-4 എണ്ണം ആദ്യം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഉടച്ചു കൊടുക്കണം. ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അന്നേരം പിന്നെ ശരിക്കും അങ്ങ് ഉടഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് നല്ല ചൂടിൽ തന്നെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒരു 4-5 എണ്ണം ഇട്ടിട്ട് വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പഴം മുഴുവനും ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു ടിപ്സ് പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ പഴം ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഉടയാതെ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഉടച്ച് കഴിഞ്ഞാലും പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം, എന്നാലാണ് ഇത് നല്ല സോഫ്റ്റായി കിട്ടുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ബീറ്റർ വെച്ചിട്ട് ഒരു അര സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഓരോ പഴം നമ്മൾ ഉടച്ച് കഴിഞ്ഞാലും ഒരു കട്ടി പോലെയും അതുപോലെ പെട്ടെന്ന് അങ്ങ് ഹാർഡാകുന്ന പോലെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അര സെക്കൻഡോളം ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ടിപ്പാണ്. പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഹാർഡാകുന്ന ആ ഒരു ടൈപ്പിലുണ്ടല്ലോ അതെല്ലാം അങ്ങ് പോയി കിട്ടിക്കോളും. അങ്ങനെ പഞ്ചസാര ഇട്ട് ബാക്കിയുള്ള പഴം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അര സെക്കൻഡും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഉന്നക്കായി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും അതുപോലെ ഉണ്ടാക്കിയിട്ട് അധിക പേർക്കും ശരിയാവേണ്ടല്ലോ ഉണ്ടാവും, അവർക്കും ഇത് നല്ല ഉപകാരമുള്ളൊരു ടിപ്സ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ആദ്യത്തെ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. മുഴുവനും ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ റെഡിയാക്കാം. അപ്പോൾ അല്പം കയ്യിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ കായിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ചെറിയ ഉന്നക്കായാണ് വേണ്ടതെങ്കിൽ കുറച്ചിട്ടാൽ മതി, വലുതാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക. ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിന്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം തേങ്ങൻ്റെ ഫില്ലിങ്ങാണ് വെച്ച് കൊടുത്തിന്. ഫില്ലിങ് വെച്ചതിന് ശേഷം 2 ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പായി കിട്ടും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ഉന്നക്കായി ഇവിടെ നല്ല ഷേപ്പോട് കൂടിയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ മാവ് എടുത്തിട്ട് പരത്തുന്ന സമയത്ത് ഒരുപാടങ്ങ് നേരിയതായിട്ട് പരത്തരുത്, അതുപോലെ തന്നെ നല്ലോണം തടി കൂടുകയും ചെയ്യരുത്. നേരിയതായിട്ട് പരത്തുമ്പോൾ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്തെല്ലാം ഉള്ളിൽ എണ്ണ കയറലും അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ, ഒരുപാട് കട്ടി കൂടാണ്ട് മാവ് എടുത്തിട്ട് വേണം പരത്തിയിട്ട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കാൻ. അപ്പോൾ ഒരെണ്ണം കൂടെ ഇതേപോലെ തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം മുട്ടൻ്റെ ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് കായിൻ്റെ ഇതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 അറ്റവും ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇത് അധികം ഷേപ്പില്ലാണ്ടാണ് ഞാൻ വെട്ടുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഇതാണ്. പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെയും വേണമെങ്കിൽ ഇങ്ങനെയും റെഡിയാക്കിയെടുക്കാം. മുട്ടൻ്റെ ഫില്ലിങ് വെച്ചത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ആ ഒരു നല്ല ഷേപ്പ് കിട്ടാണ്ടല്ലോ നല്ലൊരു ഉന്നക്കായി തന്നെ റെഡിയാക്കി എടുത്തിട്ട് കഴിക്കാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി മുഴുവനും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഉന്നക്കായ മുഴുവനും ഞാനിതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 38 ഉന്നക്കായാണ് നമുക്ക് കിട്ടിയിന് 2 കിലോ നേന്ത്രപ്പഴം കൊണ്ട്. ഇനി ഞാനിതാ ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറാണ് ഞാൻ എടുത്തത്. ഇപ്പം തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാം. അതെല്ലാം ഏതാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്യുക. നോമ്പിനെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെക്കുക. 1 മണിക്കൂറെല്ലാം മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇതിന് ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് വെച്ചാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചിതാ സിപ്ലോക്ക് ബാഗിലും ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉന്നക്കായി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് ചിക്കൻ റോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ ചിക്കൻ റോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തീരുന്നത് വരെ ചിക്കൻ റോളിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട. കുറച്ച് കൂടുതൽ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കുക. എന്നാലും നമുക്ക് 1.5 മാസം വരെയൊക്കെ ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. നോമ്പിനെല്ലാം നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ചിക്കൻ റോൾ റെഡിയാക്കി വെക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഒരുപാട് ചെറുതല്ല, ഈ ഒരു വലുപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ
തന്തൂരി മസാല, ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു തന്തൂരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്നിക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഇതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതേതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനെല്ലാം തിരിച്ചു മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂടെല്ലാം പോയിട്ട് ഇതുപോലെ ഒന്നിക്കിൽ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഞാനിതാ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ 5 അത്യാവശ്യം വലിയ ഉള്ളി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൈകൊണ്ട് പിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കനും ആ ഒരു ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോയെന്നെല്ലാം നോക്കുക. ഉപ്പ്, എരിവ് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോയെന്നെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ തന്തൂരി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ല തന്തൂരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ബിരിയാണി മസാലയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ദോശയ്ക്ക് വേണ്ടിയുള്ള ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 കപ്പ് 250 ml കപ്പിന് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മൈദപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം 2 കപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കട്ടകളെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 3 കപ്പ് മൈദക്ക് 4 കപ്പ് വെള്ളം. ഇതുപോലെ നല്ല ലൂസായിട്ടാണ് ദോശൻ്റെ ബാറ്റർ വേണ്ടത്. ഈ ഒരു രീതിയിൽ ഒരുപാടങ്ങ് ലൂസല്ല, ഈ ഒരു രീതിയിൽ ലൂസായിട്ടാണ് വേണ്ടത്. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഓരോ പൊടിയിലും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം അല്പം ഓയിലൊന്ന് ടിഷ്യൂവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. എന്നിട്ട് ബാറ്ററിൽ നിന്നും കുറച്ചായിട്ട്, ഒരുപാടൊന്നും എടുക്കേണ്ട, കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ദോശ ചുട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ദോശയാണ് ചുട്ടെടുക്കുന്നത്. വലിയ ഓടൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് വിടാൻ തുടങ്ങും. അന്നേരം നമുക്ക് ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും അങ്ങ് വെന്ത് പോകരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഒന്നിക്കിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറിച്ചിടാതെ തന്നെ എടുക്കാം. 2 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, അങ്ങ് നല്ലോണം അങ്ങ് വെന്ത് പോകരുത്. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് രണ്ടും കൂടി എടുത്ത് മാറ്റുക. എന്നിട്ട് വീണ്ടും സെയിം രീതിയിൽ തന്നെ നമുക്ക് ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. വീണ്ടും ദോശമാവ് വയ്ക്കുന്ന സമയത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ തിരിച്ചിടണം കേട്ടോ. പിന്നെ തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കേണ്ട, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ദോശ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിൽ അട്ടിക്കട്ടിക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് പേടിക്കണ്ട. ഇനി ഒരെണ്ണം ഞാൻ മറിച്ചിടാണ്ട് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ദോശ ഇതുപോലെ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്ന കാണുമ്പോൾ ഇതുപോലെ വിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് സെയിം പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുക്കുക.
അങ്ങനെ എല്ലാം ഇതാ ദോശ മുഴുവനും ഞാൻ ചുട്ടതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിൽ അട്ടിക്കട്ടിക്കായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ദോശയും എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടിംഗ് ബോർഡ് മേൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത്യാവശ്യം ചൂടെല്ലാം പോയിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചെറിയ ദോശയല്ലേ, അപ്പം കുറച്ച് ഫില്ലിങ്ങേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. ദോശൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ആദ്യം ഇതുപോലെ ഒന്ന് റോളാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റത്തുനിന്നും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ചിക്കൻ റോള് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് മറ്റൊരു രീതിയിൽ റോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതാ രണ്ടറ്റത്തുനിന്നും ഇതുപോലെ മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ റോളാക്കി കൊടുക്കുക. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. അങ്ങനെ എല്ലാം ഞാനിതുപോലെ ചെയ്തെടുക്കട്ടെ. ചുട്ട ദോശ മുഴുവനും ഇതുപോലെ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതാ ഒരു ബൗളിൽ 2 മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് മുട്ട എടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ചിക്കൻ റോളെല്ലാം എടുത്തിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കുന്ന ആ ഒരു കൈ ഉണ്ടല്ലോ, ബ്രെഡ് ക്രംസിൽ യൂസ് ചെയ്യേണ്ട. അങ്ങനെയാകുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും. അപ്പോൾ ആ കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇപ്പത്തെ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഈ ഒരു ബാറ്ററിന്, ഈ ഒരു ഫില്ലിങ്ങിന് കണക്കായിട്ട് ഒരു 57 ചിക്കൻ റോളാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നമുക്ക് എത്ര ചിക്കൻ റോൾ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കാം. ഒന്നും മോശമാവുന്നുള്ള പേടിയൊന്നും വേണ്ട. നോമ്പ് 30 കഴിയുന്നത് വരെയുള്ള ചിക്കൻ റോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിലാണ് വെക്കുന്നത്. ഒന്നുകിൽ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ കണ്ടെയ്നറിലാണ് വെക്കുന്നതെങ്കിൽ ഇതാ ഇതുപോലെ അടിയിൽ എല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. ഇതിനുശേഷം അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും കവർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക, നല്ല എന്തെങ്കിലും കവർ, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പൊരിക്കാനെടുക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സമൂസ, കട്ട്ലറ്റ് എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിൽ കൊണ്ടേക്കലാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നോമ്പിന് ഒരുപാട് സമയം കിച്ചണിൽ നിന്ന് കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. 1 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.